ഞാൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇഗ്നോയിൽ നിന്ന് സൈക്കോളജിയിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പർ BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് മിക്സിൽ സെയിൽസ് പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒരു പേഴ്സണൽ സെല്ലർക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് മിക്സിൽ 4 സെറ്റ് ഓഫ് ടൂൾസ് ആണ് ഉള്ളത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻസ്. നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമ്മൾ സെല്ല് ചെയ്യുന്നത് ഒരു ക്ലോത്ത് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളാണോ, എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, അതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് പ്രൈസ്, അതിന് നമ്മൾ എത്ര ചാർജ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തേത് എന്താണ് പ്ലേസ്, നമ്മൾ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഓൺലൈൻ ഷോപ്പ് വഴിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകൾ ഇട്ടിട്ടുണ്ടോ, ഇതൊക്കെയാണ് പ്ലേസ് എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്. നാലാമത്തത് എന്താണ് പ്രൊമോഷൻസ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അഡ്വർടൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത്, അല്ലേ. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ജനങ്ങളെ നമ്മൾ അറിയിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോഷൻസ് ചെയ്യണം. അപ്പോൾ 4th പോയിന്റ് ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സർവീസിനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സിനോട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മളിപ്പോൾ എന്തൊക്കെ പ്രൊമോഷൻസ് കാണാറുണ്ട് അറിയോ? എന്തെങ്കിലും പ്രൊമോഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള പ്രൊമോഷൻസ് നമ്മൾ കാണാറുണ്ട്? അല്ലേ. ഇപ്പൊ അഡ്വർടൈസ്മെന്റ്, ആഡുകള്, അഡ്വർടൈസ്മെന്റ്, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ്. അതിൽ അഡ്വർടൈസ്മെന്റും പേഴ്സണൽ സെല്ലിംഗും ആണ് പ്രധാനപ്പെട്ട 2 പ്രൊമോഷൻ രീതികൾ. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ കൺസ്യൂമേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു മാസ് മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ. എന്തെങ്കിലും മാസ് മീഡിയ ഉപയോഗിച്ചിട്ട്, അതായത് ടിവിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, മറ്റുള്ള ഡിജിറ്റൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ സെയിൽസ് പേഴ്സൺ ആൻഡ് കൺസ്യൂമർ. സെയിൽസ് പേഴ്സണും കൺസ്യൂമറും തമ്മിലുണ്ടാകുന്ന ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം, പെർസ്വീഡ് ദം ടു ബൈ, അവരെ പർച്ചേസിലേക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം പേഴ്സണൽ സെല്ലർ നടത്തേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. According to American Marketing Association, personal selling is the oral presentation in a conversation. എന്താണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്താണ് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓറൽ പ്രസന്റേഷൻ ഇൻ എ കോൺവെർസേഷൻ, അല്ലേ. അതൊരു ഓറൽ പ്രസന്റേഷൻ ആണ് വിത്ത് 1 or more prospective purchasers. അതായത് ഒന്നോ അതിലധികമോ ആയിട്ടുള്ള പ്രോസ്പെക്റ്റീവ് പർച്ചേസേഴ്സുമായിട്ട്. പ്രോസ്പെക്റ്റീവ് പർച്ചേസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന കുറച്ച് പ്രോസ്പെക്റ്റീവ് പർച്ചേസേഴ്സുമായിട്ട് ഉണ്ടാകുന്ന ഒരു ഓറൽ കോൺവെർസേഷൻ ആണ് പേഴ്സണൽ സെല്ലിങ്ങിൽ നടക്കുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽ.
എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? നമുക്ക് സെയിൽസ് ഉണ്ടാക്കിയെടുക്കണം. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു പെർസ്വേഡ് ദി പീപ്പിൾ ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് എ പ്രോഫിറ്റ് ടു ദി സെല്ലർ ആൻഡ് ബെനിഫിറ്റ് ടു ദി ബയർ. ഇതെന്താണ്? ഇതൊരു എബിലിറ്റിയാണ് അല്ലേ? അതായത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പീപ്പിൾസിനെ പർച്ചേസിലേക്ക് നയിക്കുന്ന ഒരു എബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ഒരു പേഴ്സണൽ സെല്ലർക്ക് ഉണ്ടായിരിക്കണം. ആ എബിലിറ്റി ഉൾക്കൊള്ളിച്ച കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഒരു പേഴ്സണൽ സെല്ലർ നടത്തേണ്ടത്. ഇതാണ് ഈ ഡെഫിനിഷന്റെ ഉള്ളടക്കം. അപ്പോൾ 2 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഡെഫിനിഷൻ പറയുമ്പോൾ അത് എങ്ങനെയാണോ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പഠിക്കണം. എന്നാലുള്ളൂ എക്സാമിൽ മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഫിലിപ്പ് കോട്ട്ലറുടെ ഒരു ഡെഫിനിഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വിത്ത് വൺ ഓർ മോർ പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രസന്റേഷൻ, ആൻസറിംഗ് ദി ക്വസ്റ്റ്യൻ ആൻഡ് പ്രൊക്യൂറിംഗ് ഓർഡേഴ്സ്. എന്താണ് ഫിലിപ്പ് കോട്ട്ലർ എന്താ പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് അല്ലേ? വിത്ത് വൺ ഓർ മോർ പ്രോസ്പെക്റ്റീവ് പർച്ചേസേഴ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രസന്റേഷൻ. എന്തൊക്കെ പർപ്പസ് ഇവിടെ വേണം? പ്രസന്റേഷൻ അല്ലേ? ഒരു പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സ് ഒക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യണം. ആൻഡ് പ്രൊക്യൂറിംഗ് ഓർഡേഴ്സ്. അങ്ങനെ എന്ത് ചെയ്യണം? ഓർഡേഴ്സ് നേടിയെടുക്കണം. ഇതാണ് ഫിലിപ്പ് കോട്ട്ലർ ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷന്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെഫിനിഷന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് ദി ഫീച്ചേഴ്സ്, പ്രൈസ്, ഡെലിവറി എക്സെട്ര. പ്രൈസിനെ കുറിച്ചിട്ടും ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അടുത്തത് എന്താണ്? അപ്ലൈ പെർസ്വേസീവ് സ്കിൽസ്. അതായത് പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യണം? ആ സെല്ലറുടെ പെർസ്വേസീവ് സ്കിൽസ് അപ്ലൈ ചെയ്യണം. അതായത് എന്താണ്? മാനേഴ്സോട് കൂടി സംസാരിക്കുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക അല്ലേ? അതുപോലെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക. അങ്ങനെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക? സംസാരിക്കുക. നെക്സ്റ്റ് എന്താണ്? കസ്റ്റമൈസ് ദി കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ എന്ത് ചെയ്യുക? അവരുടെ കമ്മ്യൂണിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുക. അതായത് എന്താണോ കസ്റ്റമറിന് ആവശ്യം അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പേഴ്സണൽ സെല്ലർ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ഇപ്പോൾ എന്താണ് കസ്റ്റമറുടെ ആവശ്യം, എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം? കസ്റ്റമൈസ് ചെയ്യണം. അങ്ങനെ ടെക്സ്റ്റിൽ 7 പോയിന്റ് ആക്കിയിട്ട് നേച്ചർ ഓഫ് പേഴ്സണൽ സെല്ലിംഗ് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, പേഴ്സണൽ സെല്ലിംഗ് ഫുൾഫിൽ ദി ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ സെല്ലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? സെല്ലിംഗ് ദി പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പിംഗ് ലോങ് ടേം റിലേഷൻഷിപ്സ്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് കസ്റ്റമേഴ്സുമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ എന്ത് സഹായിക്കും? ആർക്ക് കഴിയും? ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് കഴിയും? പേഴ്സണൽ സെല്ലർക്ക് കഴിയും. ഈ 2 ഒബ്ജക്റ്റീവ്സ് പേഴ്സണൽ സെല്ലർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, B2B ആൻഡ് B2C സെല്ലിംഗ്. B2B എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരത്തിലാണ് പൊതുവെ ഈ സെല്ലിങ്സ് നടക്കുന്നത്. B2B എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു ബിസിനസ്. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിന് സെല് ചെയ്യുക. B2C സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യാം. അപ്പോൾ B2B സെല്ലിംഗിൽ എന്താണ്? മോർ യൂസിങ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ കൂടുതലായിട്ടും പേഴ്സണൽ സെല്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനെയാണ് സമീപിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അതൊരു നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? പിന്നെ മാത്രമല്ല എന്താണ്? പേഴ്സണൽ സെല്ലറുടെ ഒരു നേരിട്ട ഇടപെടലുകൾ എന്താണ് അവിടെ ആവശ്യമായിട്ട് വരും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മെഷീൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു സെയിൽസ് പീപ്പിളുടെ സാന്നിധ്യം എന്താണ് അവിടെ ആവശ്യമായിട്ട് വരും. അതാണ് B2B സെല്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? B2C, അതായത് ഒരു ബിസിനസ് കസ്റ്റമേഴ്സിന്
സെല് ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ എന്താണ് മോർ യൂസിങ് ഓഫ് അഡ്വർടൈസിങ്. ഇവിടെ കൂടുതലായിട്ടും അഡ്വർടൈസ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ അവരുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സുമായിട്ട് പരിചയപ്പെടുത്തുക എങ്ങനെ? അഡ്വർടൈസ്മെന്റ് വഴിയായിരിക്കും. മാത്രമല്ല ഇവിടെ പേഴ്സണൽ സെല്ലറുടെ ഒരു ഇൻവോൾവ്മെന്റും കാണാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ഒരു പേഴ്സണൽ സെല്ലർക്ക് എബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? അവർക്ക് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതെന്താണ്? ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ സെയിൽസ് പേഴ്സൺ അപ്ലൈ ദി ക്രിയേറ്റീവ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം? അവരുടെ ക്രിയേറ്റീവ് സ്കിൽസും ആൻഡ് എബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അതുകൊണ്ടൊക്കെ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? ആർട്ട് മാത്രമല്ല, സയൻസ് കൂടിയാണ്. ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സണ് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായി സംസാരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തും പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഫോളോയിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ഓരോ കമ്പനിക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും. ആ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു സെയിൽസ് പീപ്പിളിന് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടും അതോടൊപ്പം ഒരു സയൻസും കൂടിയാണ്. ഫോർത്ത് പോയിന്റ് എന്താണ്? സെയിൽസ് പീപ്പിൾ മേ ബി കോൾഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, സെയിൽസ് പേഴ്സൺ, എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഏജൻസ്. നമ്മൾ സെയിൽസ് പീപ്പിളിനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നും സെയിൽസ് പേഴ്സൺ എന്നും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സും അങ്ങനെയൊക്കെ പേരുകളായിട്ട് നമുക്ക് വിളിക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓഫ്ലൈൻ മെത്തേഡ്. പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? ഒരു ഓഫ്ലൈൻ മെത്തേഡാണ് അല്ലേ? എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഈ പേഴ്സണൽ സെല്ലിങ്ങിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഫിഫ്ത്ത് പറയുന്നത് എന്താണ്? ഓൺലൈൻ മെത്തേഡ്. ഇതൊരു ഓൺലൈൻ മെത്തേഡ് കൂടിയാണ് അല്ലേ? അതായത് കോണ്ടാക്ടിങ് വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ ഇമെയിൽസ്. നമ്മൾ ഇമെയിൽസ് വഴിയൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് എന്താണ്? മെയിൽസ് ഒക്കെ അയക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുക? നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് നടത്തുക. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 10th കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ മെയിലിലൊക്കെ ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും ചില കോഴ്സുകളൊക്കെ. ചില കോഴ്സുകളൊക്കെ എന്ത് ചെയ്യും? നമ്മളെ ഫോണിലേക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഒരു ഓൺലൈൻ മെത്തേഡാണ്. അതുപോലെ തന്നെ എന്താണ്? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടൊക്കെ പേഴ്സണൽ സെല്ലിംഗ് നടത്താറുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ യൂട്യൂബിലൂടെയൊക്കെ എന്ത് ചെയ്യും? എന്തെങ്കിലും അച്ചാറുകൾ, അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ സെയിൽസ് ആളുകൾ വന്നിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതൊക്കെ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഒരു ഓൺലൈൻ മെത്തേഡാണ്. ആൻഡ് നെക്സ്റ്റ് എന്താണ്? സെല്ലിംഗ് ആൻഡ് നോൺ സെല്ലിംഗ് പ്രോസസ്സ്. അതായത് പേഴ്സണൽ സെല്ലിങ്ങിൽ സെല്ലിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ നോൺ സെല്ലിംഗ് പ്രോസസ്സും ഉണ്ട്. കോണ്ടാക്ടിങ് ദി കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രസന്റേഷൻ ചെയ്യുക. ഇതൊക്കെ എന്താണ്? സെല്ലിംഗ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ നോൺ സെല്ലിംഗ് പ്രോസസ്സും പേഴ്സണൽ സെല്ലിങ്ങിൽ ഇൻക്ലൂഡ് ആണ്. അതായത് റിപ്പോർട്ട്സ് എഴുതുക, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് ആഫ്റ്റർ സർവീസ് ചെയ്യുക. ഇതൊക്കെ നോൺ സെല്ലിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ സെല്ലിംഗ് പ്രോസസ്സും നോൺ സെല്ലിംഗ് പ്രോസസ്സും പേഴ്സണൽ സെല്ലിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത്രയും അഡ്വർടൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പേഴ്സണൽ സെല്ലറുടെ ആവശ്യമുണ്ടോ, അതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു പേഴ്സണൽ സെല്ലറുടെ സർവീസ് എന്താണ്? അവിടെ അത്യാവശ്യമാണ്. അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ യൂസേജും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ സെല്ലറുടെ സർവീസ് എന്താവും? നമുക്ക് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഇവിടെ 9 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബയർ സെല്ലർ ഇന്ററാക്ഷൻ.
നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ദി ബയർ അല്ലെ. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? സെല്ലർക്ക് ക്വസ്റ്റ്യൻ ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കാനും ഈ ഇന്ററാക്ഷൻ വഴി കഴിയും. അതാണ് സെല്ലർ ബയർ ഇന്ററാക്ഷനിലൂടെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. സെല്ലറും ബയറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ അഡ്വർടൈസ്മെന്റിൽ എന്ത് ചെയ്യുന്നില്ല? ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. പക്ഷെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറും അതുപോലെ തന്നെ സെല്ലറും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പുഷ് സ്ട്രാറ്റജി. ഒരു കസ്റ്റമർ ഡബിൾ മൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വരുന്നത് എങ്ങനെയാണ്? ഐഫോൺ വാങ്ങണോ അതോ വാങ്ങണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അവിടുത്തെ സെയിൽസ് പീപ്പിൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തെ പറഞ്ഞ് എൻകറേജ് ചെയ്തിട്ട് ഐഫോൺ വാങ്ങിപ്പിക്കുക. ഇതിനെയാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് സെയിൽസ് പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പർച്ചേസിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ വരുന്നത്, പുഷ് സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ നാലാമത്തത് എന്താണ് പറയുന്നത്? കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. നമുക്കറിയാം സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. എന്താണോ കസ്റ്റമറുടെ നീഡ്സ്, എന്താണോ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്ത്? പേഴ്സണൽ സെല്ലർ നടത്തേണ്ടത്. ഇതാണ് കസ്റ്റമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യേണ്ടത്? പ്രസന്റേഷൻ ചെയ്യേണ്ടതും. ഇതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ എലമെന്റ്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ എന്തുണ്ട്? ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. എന്താണ് ഹ്യൂമൻ എലമെന്റ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണോ? അല്ല. എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. ബോഡി ലാംഗ്വേജ്, ടോണ്, അപ്പിയറൻസ് തുടങ്ങിയ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേഴ്സണൽ സെല്ലറുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുകയും അതുപോലെ കസ്റ്റമറെ പർച്ചേസ് ചെയ്യുന്നതിനെ ബാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? മോർ എൻഗേജിങ്. അതായത് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിൽ എന്താണ്? മോർ എൻഗേജ്ഡ് ആയിരിക്കും അല്ലേ. അഡ്വർടൈസ്മെന്റ് പോലെയല്ല, പേഴ്സണൽ സെല്ലിങ്ങിൽ കസ്റ്റമേഴ്സും പേഴ്സണൽ സെല്ലറും എന്താണ്? കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ക്വിക്ക് റെസ്പോൺസസ്. സെയിൽസ് പേഴ്സണ് കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ട് എന്താ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് അറിയാൻ കഴിയും. ഇതാണ് ക്വിക്ക് റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? കസ്റ്റമർ ഫീഡ്ബാക്ക്. ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നത് പോലെ തന്നെ എന്താണ്? കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് ഫീഡ്ബാക്കും അറിയാൻ പറ്റും അല്ലേ. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് എന്താണ് ഒരു കസ്റ്റമറുടെ അഭിപ്രായം എന്നും, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ചില ആളുകളൊക്കെ പറയും ഈ പ്രൊഡക്റ്റ് ഇതിലേറെ കുറഞ്ഞ വിലക്ക് മറ്റൊരു ഷോപ്പിലുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു നെഗോഷിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ ഫീഡ്ബാക്ക് അറിയുമ്പോൾ എന്താണ്? അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ഒരു കമ്പനിക്ക് എടുക്കാൻ കഴിയും. അവര് എന്താണ് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. അതാണ് കസ്റ്റമർ ഫീഡ്ബാക്കിൽ പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്സ്.
നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ് വിത്ത് ബയേഴ്സ്, ഇറ്റ് ലീഡ്സ് ടു ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഗുഡ് വില്ലിന് കാരണമാകും. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മാർക്കറ്റ്, മൂന്നാമത്തത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കൺസ്യൂമേഴ്സിനെ പറയുന്നുണ്ട്, ന്യൂ കൺസ്യൂമേഴ്സും എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സും. ന്യൂ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുതുതായിട്ട് കൺസ്യൂമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും. ഒരു പേഴ്സണൽ സെല്ലർ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും. അവര് എന്താണ്, അവർ കുറച്ച് കൂടുതൽ ഫിനാൻസ് ഇറക്കി അല്ലെങ്കിൽ കൂടുതൽ ചാലഞ്ച് ഒക്കെ ചെയ്ത് കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിനെ അവർ നേടിയെടുക്കണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈ 1 get 1 ഫ്രീ അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ കാണാറില്ലേ. അതൊക്കെ ഒരു ന്യൂ കൺസ്യൂമേഴ്സിനെ അവർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഓരോ ഐഡിയാസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ നമുക്കൊരു എന്താണ്, കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിന് ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത് സെല് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ് എന്ത്, ന്യൂ കൺസ്യൂമേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ എന്താണ് വരുന്നത്, ടാർഗറ്റഡ് ഫോർ റിപ്പീറ്റിംഗ് ഓർഡേഴ്സ്. നമ്മുടെ അടുത്തുനിന്ന് ഒരിക്കലും ഓർഡർ എടുത്ത ഒരു കൺസ്യൂമറിനെ നമ്മൾ വീണ്ടും അവിടെ തന്നെ എന്താണ് പിടിച്ചു നിർത്തുകയാണ് അല്ലേ. നമ്മൾ എന്താണ് അവരുമായിട്ട് കൂടുതൽ റിലേഷൻ കീപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്തിട്ടും എന്ത് ചെയ്യുക, നമ്മൾ ആ കസ്റ്റമേഴ്സിനെ അവിടെ കീപ്പ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ എപ്പോഴും ഷോപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സെയിൽസ്മാന് എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ തരും. ഇപ്പോൾ തക്കാളിയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എക്സ്ട്രാ തരിക, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. ഇതൊക്കെ എന്താണ്, ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്താനുള്ള ഒരു എന്താണ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ് രണ്ടാമത്തെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ബേസ്ഡ് ഓൺ മാർക്കറ്റ്. മാർക്കറ്റിന്റെ ബേസ്ഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 തരം മാർക്കറ്റിംഗ് ഉണ്ട്, B2B മാർക്കറ്റിങ്ങും B2C മാർക്കറ്റിങ്ങും. അതായത് B2Cയിൽ എന്താണ്, ഒരു ബിസിനസ് ഒരു കസ്റ്റമർക്ക് എന്ത് ചെയ്യാണ്, B2C മാർക്കറ്റിങ്ങിൽ ഒരു ബിസിനസ് കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെല് ചെയ്യുന്നതും, അതുപോലെ തന്നെ B2B മാർക്കറ്റിങ്ങിൽ ഒരു സെയിൽസ്മാന് മറ്റൊരു കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെല് ചെയ്യുന്നതുമാണ്. അതായത് ഇപ്പം എന്തെങ്കിലും മെഷീൻസോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് വിൽക്കൂലേ, ഇങ്ങനെയുള്ള ഒരു സെല്ലിംഗ് പ്രോസസ് ഒക്കെയാണ് B2B മാർക്കറ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന്റെ ബേസിൽ വരുന്ന പേഴ്സണൽ സെല്ലിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും കൺസ്യൂമർ പ്രൊഡക്റ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ B2Bയിലാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് വരിക അല്ലെ. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിന് എന്താണ് കൈമാറുക, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. എന്തെങ്കിലും മെഷീൻസോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഗുഡ്സോ ഒക്കെയാണ് കൈമാറുക. അപ്പോൾ ഇവിടെയാണ് പേഴ്സണൽ സെല്ലർ പ്ലേസ് മേജർ റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ബിൽഡിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് നെഗോഷിയേഷൻ. ഇവിടെ എന്ത് ചെയ്യും, പേഴ്സണൽ സെല്ലർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മറ്റൊരു കമ്പനിയായിട്ട് എന്ത് ചെയ്യും, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും.
ബി എന്താണ്? കൺസ്യൂമർ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ B2C മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ എന്തെങ്കിലും പെന്ന്, ടിഫിൻ ബോക്സ് തുടങ്ങിയിട്ടുള്ള കൺസ്യൂമേഴ്സ് സാധാരണക്കാർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതാണ് എന്ത്? കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു പേഴ്സണൽ സെല്ലറുടെ സ്കോപ്പ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന് അപേക്ഷിച്ച് എന്താണ്? കുറവാണ്. പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും, പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൽ പേഴ്സണൽ സെല്ലർ ഇൻവോൾവ് ചെയ്യുന്നതിനേക്കാൾ കുറവാണ് എന്ത്? കൺസ്യൂമർ പ്രൊഡക്റ്റിലെ ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ്. നെക്സ്റ്റ് വരുന്ന പോയിന്റ്, വെൻ ടു യൂസ് പേഴ്സണൽ സെല്ലിംഗ്. എപ്പോഴൊക്കെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യാറുള്ളത്? അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചു, പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന അത്ര തന്നെ ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് എന്തിൽ ആവശ്യമില്ല? കൺസ്യൂമർ പ്രൊഡക്റ്റിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യാറുള്ളത് എന്നാണ് അടുത്തത് പറയുന്നത്. അതിൽ 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ, കമ്പനി സിറ്റുവേഷൻ, കൺസ്യൂമർ ബിഹേവിയർ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് പ്രൊഡക്റ്റ് സിറ്റുവേഷൻ. എന്താണ്? എ പ്രൊഡക്റ്റ് ഈസ് ഓഫ് എ ഹൈ യൂണിറ്റ് വാല്യൂ. എന്താണ്? ഒരു പ്രൊഡക്റ്റിന് ഹൈ യൂണിറ്റ് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിലും അതുപോലെ ഹൈ ടെക്നിക്കൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ എന്താണ്? എ പ്രൊഡക്റ്റ് ഇൻ ദി ഇൻട്രൊഡക്ടറി സ്റ്റേജ്. അതായത് ഒരു പ്രൊഡക്റ്റ് അത് തുടക്ക കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്ത് വേണ്ടി വരും? ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് അവിടെ ആവശ്യമായിട്ട് വരും. അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അവിടെ ഒരു പേഴ്സണൽ സെല്ലറുടെ ആവശ്യം വളരെ പ്രധാനമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിന്റെ സിറ്റുവേഷൻസിലൊക്കെ എന്താണ്? പേഴ്സണൽ സെല്ലറുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊഡക്റ്റ് റിക്വയേഴ്സ് പേഴ്സണൽ അറ്റൻഷൻ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്താണ്? പേഴ്സണൽ അറ്റൻഷന് ആവശ്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജ്വല്ലറിയിൽ കുറേ സെയിൽസ്മാൻസ് ഉണ്ടാവില്ലേ? അതെന്താണ്? ഗോൾഡ് നമ്മൾ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെന്താണ്? ഒരു പേഴ്സണൽ അറ്റൻഷൻ ആവശ്യമാണ്. എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓർ ആഫ്റ്റർ സെയിൽ സർവീസ്. ചില പ്രൊഡക്റ്റിന് എന്താണ്? ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഫർണിച്ചേഴ്സ് ഒക്കെ കൂടുതലായിട്ടും വരുന്നത് എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. എന്തെങ്കിലും സെറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ എന്താണ്? ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് സിറ്റുവേഷനിലൊക്കെ എന്താണ്? ഒരു പേഴ്സണൽ സെല്ലറുടെ ആവശ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റ് സിറ്റുവേഷൻ. സ്മോൾ ഫേം അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് ബയേഴ്സ്. ചെറിയൊരു സംരംഭമാണ്, അല്ലെങ്കിൽ എന്താണ്? കുറച്ച് ബയേഴ്സ് വരാറുള്ളൂ. അതായത് ഇപ്പോൾ B2B ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്താണ്? ഒരു വൻകിട കമ്പനീസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത കമ്പനികൾക്കായി ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? അവർ സെല്ല് ചെയ്യുക അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടെ ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമായി വരും. നെക്സ്റ്റ് എന്താണ്? സെല്ലിംഗ് ഈസ് ലോക്കൽ മാർക്കറ്റ് ഓൺലി. ലോക്കൽ മാർക്കറ്റിൽ മാത്രം നടക്കുന്ന സെല്ലിങ്. ഇവിടെ എന്താണ്? ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് ആണ് ആവശ്യമുള്ളത് അല്ലേ? നെക്സ്റ്റ് വരുന്നത് സെല്ലിംഗ് ടു മിഡിൽ മാൻ. ആയിട്ട് ഒരു പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മിഡിൽ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി എന്താണ്? ഹോൾസെയിൽ വഴിയും റീറ്റെയിൽ വഴിയൊക്കെ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. അപ്പോൾ ഈ കമ്പനിയുടെയും അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിന്റെയും ഇടയിൽ എന്ത് ചെയ്യും? നമ്മളൊരു മിഡിൽ മാനെ നിർത്തും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താണ്? പേഴ്സണൽ സെല്ലറുടെ ആവശ്യം അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലറുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായി വരും? മിഡിൽ മാനിന് ആവശ്യമായിട്ട് വരും. ഇതാണ് തേർഡ് പോയിന്റ് പറയുന്നത്.
നമ്മൾ സെല്ലിംഗ് മിഡിൽ മാൻ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് കമ്പനി സിറ്റുവേഷൻ. അതായത് ചില കമ്പനികൾക്ക് എന്താണ്, അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലേ? cannot afford to have a large and regular advertising budget. ഇങ്ങനെയായി വരുമ്പോൾ എന്താണ്, അവര് പേഴ്സണൽ സെല്ലറെ തന്നെ ആശ്രയിക്കേണ്ടി വരും. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ സിറ്റുവേഷൻ. കമ്മ്യൂണിക്കേറ്റ് ബേസ്ഡ് ഓൺ ദി കൺസ്യൂമേഴ്സ് ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുക. ഫോർത്ത് പോയിന്റ് പറയുന്നത് നെക്സ്റ്റ് ഡിഫറെന്റ് റോൾ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഡിഫറെന്റ് റോൾസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. അതായത് ഒരു പേഴ്സണൽ സെല്ലർക്ക് എന്ത് വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വേണം, അല്ലേ? അതായത് നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കൊടുക്കണം. അതിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് പേഴ്സണൽ സെല്ലറുടെ ഫസ്റ്റത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്, പെർസ്വേഷൻ സ്ട്രാറ്റജീസ്. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സണൽ സെല്ലർ എന്താണ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്കിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവർ പർച്ചേസിലേക്ക് നയിച്ചു കൊണ്ടേ എന്ത് ചെയ്യുക, അവർക്ക് സാറ്റിസ്ഫിക്കേഷൻ ഒക്കെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് എന്താണ്, നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ്. അതായത് എന്താണ്, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചർച്ച, അല്ലേ? അതായത് സെല്ലറും ബയറും തമ്മിൽ എന്താണ്, ഒരു ചർച്ച ചെയ്യുക. അതായത് ചർച്ച ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്തിലുണ്ട്, പേഴ്സണൽ സെല്ലിങ്ങിൽ ഉണ്ട്. ഇതെന്തിനെ ബാധിക്കും, ഒരു ബയറിന്റെ കോസ്റ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പോൾ ബയർ എന്ത് ചെയ്യുക, നമുക്ക് നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വില പേശ, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ വില കുറച്ച് കിട്ടും, അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു സെല്ലർക്ക് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് വില പേശാം. എങ്ങനെ, ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഇതാണ് നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ക്ലയന്റ് പ്രോഫിറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു പേഴ്സണൽ സെല്ലർക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഇത് പേഴ്സണൽ സെല്ലർ R&Dയെ അറിയിക്കുക, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അതോറിറ്റീസിനെ അറിയിക്കുക. ഇങ്ങനെ അറിയിച്ചാൽ എന്ത് ചെയ്യും, അവരുടെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യും, അവര് ശരിയാക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് കൂടുതൽ മെച്ചപ്പെടാൻ എന്ത് ചെയ്യും, അവർ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഇതാണ് ക്ലയന്റ് പ്രോഫിറ്റ് പ്ലാനിങ് സ്ട്രാറ്റജി എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഇതൊക്കെ ഡിഫറൻസ് ആണ്, ഡിഫറെൻറ്റ് ടേമുകളും അതുപോലെ തന്നെ പോയിന്റ്സ് ഒക്കെയാണ്. ഇതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, 2-way കമ്മ്യൂണിക്കേഷൻ. ബയർ സെല്ലറിനോടും അതുപോലെ തന്നെ സെല്ലർ ബയറിനോടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തുണ്ട്, പേഴ്സണൽ സെല്ലിങ്ങിൽ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ.
അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പേഴ്സണൽ സെല്ലർക്ക് അവരുടെ സംസാരം കസ്റ്റമൈസ് ചെയ്യാൻ കഴിയണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ സംസാരം നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു. പക്ഷെ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ പാളിച്ചകൾ പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ റൂട്ട് മാറ്റാം അല്ലെ. നമ്മൾ സംസാരിക്കുന്നതിന്റെ റൂട്ട് നമുക്ക് മാറ്റാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കസ്റ്റമർ എന്താണ് കൂടുതലായിട്ടും അവർ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് മനസ്സിലാവാണ്, അഫോർഡബിൾ അല്ല, അവർ ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സംസാരം നമ്മൾ മാറ്റുക. അല്ലെങ്കിൽ എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എന്താണ്, ബ്രാൻഡാണ്, അതുകൊണ്ട് അതിനാണ് ക്വാളിറ്റി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സംസാരം നമ്മൾ മാറ്റുക. അതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ് എന്താണ്, ഷാർപ്പ് ഫോക്കസ് ഓൺ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഇതെന്താണ്, അഡ്വർടൈസ്മെന്റിൽ ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല അല്ലെ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യണം മാത്രമേ ഉള്ളൂ. പക്ഷെ പേഴ്സണൽ സെല്ലിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കസ്റ്റമറെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു നമ്മളെ സമീപിക്കുന്ന ആ ഒരു കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യും, നമ്മൾ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് എന്താണ്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ പർച്ചേസിലേക്ക് പെർസ്യൂഡ് ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും, കൂടുതൽ ഈസി ആയിരിക്കും. അതാണ് ഷാർപ്പ് ഫോക്കസ് ഓൺ ടാർഗറ്റ് കസ്റ്റമേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, പേഴ്സണൽ അറ്റൻഷൻ ആൻഡ് ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ. എവരി കസ്റ്റമർ ഈസ് ഗിവൺ പേഴ്സണൽ അറ്റൻഷൻ. അതായത് എന്താണ്, ഓരോ കസ്റ്റമറും പേഴ്സണൽ അറ്റൻഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ എന്താണ് പേഴ്സണൽ അറ്റൻഷൻ കസ്റ്റമേഴ്സിന് കിട്ടാൻ ഇവിടെ കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ, ഒരു കസ്റ്റമറെ പ്രസന്റേഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കസ്റ്റമറുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടാനും ഈ പേഴ്സണൽ സെല്ലിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, മെഷറിംഗ് എഫക്റ്റീവ്നെസ്. അതായത് നമുക്ക് ഒരു കമ്പനിയുടെ റിസൾട്ട് അസസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെലവഴിച്ച സമയവും അല്ലെങ്കിൽ മണിയും ഒക്കെ സ്പെൻഡ് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ എന്തെങ്കിലും പറ്റും, പേഴ്സണൽ സെല്ലിങ്ങിൽ പറ്റും. പക്ഷെ ഒരു ആഡിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടി, ഇൻവെസ്റ്റ് ചെയ്യാൻ എത്രത്തോളം റിട്ടേൺ കിട്ടി എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് എന്താണ്, ഗെറ്റിംഗ് കസ്റ്റമേഴ്സ് അറ്റൻഷൻ. കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ നേടാൻ പേഴ്സണൽ സെല്ലിങ്ങിൽ കഴിയും. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ അറ്റൻഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഒരു പർച്ചേസിലേക്ക് ലീഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ നമ്മളൊരു സാധനം ഇങ്ങനെ കാണുമ്പോൾ നമുക്കതിങ്ങനെ വാങ്ങിക്കാൻ തോന്നും അല്ലെ. ആ ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പർച്ചേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിൽസിലേക്ക് നമ്മൾ പോകുന്നത്. അതാണ് ഗെറ്റിംഗ് കസ്റ്റമേഴ്സ് അറ്റൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, പെർഫോമിംഗ് അഡീഷണൽ ടാസ്ക്. ഒരു പേഴ്സണൽ സെല്ലിംഗ് സിറ്റുവേഷനിൽ ഒരു പേഴ്സണൽ സെല്ലർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ ടാസ്കുകൾ ചെയ്യേണ്ടി വരും. അതായത് നോൺ സെല്ലിംഗ് ടാസ്കുകൾ, അതായത് എന്താണ്, ആഫ്റ്റർ സെയിൽ സർവീസ്, അതുപോലെ തന്നെ പേയ്മെന്റ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അത് അതോറിറ്റീസിനായി അറിയിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള നോൺ സെല്ലിംഗ് ടാസ്കുകൾ എന്താണ്, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഹയർ കോസ്റ്റ്. അതായത് പേഴ്സണൽ സെല്ലിംഗ്, ഒരു പേഴ്സണൽ സെല്ലറെ കണ്ടെത്തുക എന്നുള്ളത് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെയിൽസ് പേഴ്സണെ ഹയർ ചെയ്യണം, അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവരുടെ സാലറി, സെല്ലിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഒരു കമ്പനി ചെലവഴിക്കണം. അതുകൊണ്ട് എന്താണ്, ഒരു പേഴ്സണൽ സെല്ലറെ നിയമിക്കുക എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്ലി ആണ് അല്ലേ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഹയർ കോസ്റ്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹൈ ടേൺ ഓവർ. അതായത് ഇപ്പോൾ ഒരു പേഴ്സണൽ സെല്ലർ കുറേ അധികം പ്രോബ്ലംസ് ഇതിൽ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് ഒരു ഷോപ്പിലേക്ക് ട്രാവൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിക്സ്ഡ് അവേഴ്സ് ഉണ്ടായിരിക്കില്ല. എപ്പോഴൊക്കെയാണോ കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? അവരെന്താണ് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് ഇടപെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ടേൺ ഓവർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കമ്പനിക്ക് മറ്റൊരു സെയിൽസ് പേഴ്സണെ റിക്രൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയും ഇത് കൂടുതൽ കോസ്റ്റ് ചെലവാകാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ്? ഇതാണ് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു യൂണിഫോം ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു, ഫിക്സ്ഡ് ഓർ യൂണിഫോം മെസ്സേജ് ഗിവൺ ടു ഓൾ കസ്റ്റമേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ കുറേ സെയിൽസ് പേഴ്സൺ ഉണ്ടാവില്ലേ, എല്ലാവരും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനോടും ഡിഫറെൻ്റ് ആളുകൾ പെരുമാറുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാവുക. അവിടെ ചില ആളുകൾ നല്ല രീതിയിൽ പെരുമാറും, ചില ആളുകൾ എന്ത് ചെയ്യും? മോശമായിട്ട് പെരുമാറും. ഇത് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഉണ്ടെങ്കിലും എന്താണ്, മോശമായിട്ട് ആരെങ്കിലും ഒരാൾ പെരുമാറിയാൽ എന്ത് ചെയ്യും? അത് ഈ കമ്പനിനെ ബാധിക്കും. അതാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു സെയിം ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ തന്നെ പെരുമാറുമോ? ഇല്ല. അവരുടെ സിറ്റുവേഷനിലും അവരുടെ സർക്കംസ്റ്റൻസിനൊക്കെ അനുസരിച്ചിട്ട് അവരുടെ ക്യാരക്ടറിലും വേരിയേഷൻസ് സംഭവിക്കും അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യും? അവരിലെ പെരുമാറ്റത്തിനെ ബാധിക്കുകയും അവർക്ക് ബാഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഫോർത്ത് വൺ എന്താണ്? സെയിൽസ് പീപ്പിൾ മേ വേരി ഇൻ ദെയർ എബിലിറ്റീസ് ആൻഡ് മോട്ടിവേഷൻ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ സെയിൽസ് പീപ്പിൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഓരോ സെയിൽസ് പീപ്പിളും എടുക്കുന്ന എഫേർട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്കുള്ള മോട്ടിവേഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു സെയിൽസ് പീപ്പിൾ ടേൺ ഓവർ ആയാൽ നമ്മൾ അടുത്തെടുക്കുന്ന ഒരു സെയിൽസ് പീപ്പിൾ ഒരു പക്ഷേ ഇത്രത്തോളം എഫേർട്ട് ഇടണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് കമ്പനിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയി പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ് സെയിൽസ് അല്ലേ. സെയിൽസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സും. ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം കമ്പനി പ്രൊജക്ട്സ്. അത് ലോങ് ടേം ആയിട്ട് നിലനിൽക്കുന്നതാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സിൽ ഉൾക്കൊള്ളുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു സെർച്ച് ഔട്ട് പ്രോസ്പെക്ട്സ്. അതായത് നമ്മൾ പുതിയ പ്രോസ്പെക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഒരു കമ്പനിയുടെ ഗ്രോത്തിന് എന്ത് വേണം? പുതിയ കസ്റ്റമേഴ്സ് വരണം അല്ലേ. അതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരെ കൺവേ ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്? ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ടു സെർച്ച് ഔട്ട് പ്രോസ്പെക്ട്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്സ്. അതായത്
അതായത് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, നമ്മൾ കൺവിൻസ് ചെയ്യുക, അവരെ ഇൻഫോം ചെയ്ത് അവരെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫോർമേഷൻ നൽകി, അതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പർച്ചേസിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ എന്താണ്, ഇൻഫോമിങ്, എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ഗൈഡിങ്. അതായത് അവരെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ യൂസേജിനെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈഡിങ്, അവരെ അതിലേക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ഗൈഡിങ് നൽകുക എന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത്, ടു സെർവ് ദി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മൾ പറഞ്ഞു നേരത്തെ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അതിനെന്ത് ചെയ്യുക, ടേക്ക് എഫേർട്ട് ടു കീപ് ടച്ച് വിത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക. ഫിഫ്ത്ത് പോയിന്റ്, ടു ഡു എൻ്റയർ സെല്ലിംഗ് ജോബ്. അതായത് ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സെല്ലിംഗ് വർക്കുകളും ചെയ്യുന്നുണ്ട് അല്ലേ. സെല്ലിംഗ് വർക്കുകളും നോൺ സെല്ലിംഗ് വർക്കുകളും ചെയ്യുന്നുണ്ട്. എല്ലാ സെല്ലിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് ആക്ടിവിറ്റീസ്, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റീസുകളും ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ്, ഡെവലപ്പിംഗ് ലോങ് ടേം റിലേഷൻഷിപ്സ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത പോയിന്റ് തന്നെയാണ്. നമ്മൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടു കളക്ട് ആൻഡ് റിപ്പോർട്ട് മാർക്കറ്റ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻ ഗ്യാതറിങ് ചെയ്യുക, അങ്ങനെ അതോറിറ്റീസിന് അത് കൈമാറുക. ഇതെന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കുന്നു. നെക്സ്റ്റ്, സ്ട്രെങ്തനിങ് ബ്രാൻഡ് ഇമേജ് ആൻഡ് ബിൽഡിംഗ് കമ്പനി ഗുഡ് വിൽ. ഇപ്പോൾ ഒരു പേഴ്സണൽ സെല്ലർക്ക് എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എന്താണ് പോസിബിലിറ്റി ഉണ്ട്. അതായത് അത്രത്തോളം ഒരു ഇൻവോൾവ്മെന്റ് ആർക്കുണ്ട്, പേഴ്സണൽ സെല്ലർക്കുണ്ട്. നമ്മൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ പിന്നെ അതിന്റെ വിലയോ കാര്യങ്ങളൊന്നും നോക്കൂല അല്ലേ. ബ്രാൻഡിനാണ് നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഈ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വരെ എന്താണ്, ഒരു പേഴ്സണൽ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ഇടപെടലുകൾ ഒക്കെ എന്ത് ചെയ്യും, ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അതിനൊരു ബ്രാൻഡ് ഇമേജ് ലഭിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത്, ഹെൽപ്പ് ഇൻ ലോഞ്ചിങ് ന്യൂ പ്രൊഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാനും പേഴ്സണൽ സെല്ലർ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫെർട്ടിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഫാർമറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ പ്രസന്റ് ചെയ്തിട്ട് അവരോട് ഉപയോഗിച്ച് നോക്കാൻ പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ട് എടുക്കുക. ഇതൊക്കെ എന്താണ്, കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അല്ലേ. ഇതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അല്ലെ. ടെൻത്ത് എന്താ പറയുന്നത്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് മാർക്കറ്റ് പൊസിഷൻ. എന്താണ്, ഒരു മാർക്കറ്റിംഗ് പൊസിഷൻ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ഇടം ഉണ്ടാക്കിയെടുക്കല്ലേ മാർക്കറ്റിൽ. അതായത് എന്ത് ചെയ്യുക, ഒരു സെയിൽസ് പേഴ്സൺ പറയുക അവരുടെ വാട്ടർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഇതിന്റെ ടേസ്റ്റ് മികച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, ഈ ടേസ്റ്റ് മികച്ചത് എന്നാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പേഴ്സണൽ സെല്ലർക്ക് കഴിയും. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എമ്മ മാട്രസ് അല്ലേ, അവരെന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്, അവരുടെ മാട്രസ് ബാക്ക് റിലീഫും അതുപോലെ തന്നെ കംഫേർട്ടും ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാനും ഒരു പേഴ്സണൽ സെല്ലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊവൈഡ് സപ്പോർട്ട് ടു മിഡിൽ മാൻ ഓഫ് ദി കമ്പനി.
ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ മാന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. മിഡിൽ മാൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു കമ്പനിയെയും അതുപോലെ തന്നെ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാൾ. അതായത് അവർ ഒരു കമ്പനി നേരിട്ട് ഹോൾസെയിൽ കസ്റ്റമേഴ്സുമായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിൽ കസ്റ്റമേഴ്സുമായിട്ടോ അവരെന്ത് ചെയ്യില്ല, കോണ്ടാക്ട് ചെയ്യില്ല. അവരുടെ ഇടയിൽ അവരെ ബന്ധിപ്പിക്കുന്ന ഒരാളാണ് ആര്, മിഡിൽ മാൻ. ഈ മിഡിൽ മാൻ സപ്പോർട്ട് ചെയ്യാനും പേഴ്സണൽ സെല്ലർക്ക് എന്താണ് കഴിയും. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു സെയിൽസ് പീപ്പിൾ അവിടെ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ഇനഫ് സ്റ്റോക്ക്, അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിയിലാണോ. ദെൻ പേയ്മെന്റ് കളക്ട് ചെയ്യുക, കസ്റ്റമേഴ്സിനെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സെല്ലേഴ്സിനെ ഗൈഡ് ചെയ്യുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് സെൽ ചെയ്യുക എന്നുള്ളത് മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഗൈഡ് ചെയ്യുക. ഇതൊക്കെ ആണ് ഒരു പേഴ്സണൽ സെല്ലിങ് ഒരു പേഴ്സണൽ സെല്ലർ മിഡിൽ മാനെ സഹായിക്കുന്ന പ്രോസസ്സുകൾ. നെക്സ്റ്റ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെയിൽസ് വോളിയം ഉണ്ടാക്കിയെടുക്കുക അല്ലെ. നമുക്ക് ഒരു സെയിൽസ് വോളിയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെസിഫിക് പ്രൊഡക്റ്റ്, അതിൽ നിന്ന് എത്രത്തോളം നമ്പർ ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് സെയിലായി എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? ഒരു നമ്മുടെ എക്സ്പെൻസസ് ഒരു സ്പെസിഫിക് ലിമിറ്റ്സിൽ നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഫോർത്ത് എന്താണ്? നമ്മുടെ മാർക്കറ്റിംഗ് ഷെയർ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പനി റീറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് ന്യൂ കസ്റ്റമേഴ്സ് ഓഫ് ഗിവൻ കാറ്റഗറീസ്. ഒരു ഗിവൻ കാറ്റഗറിയിൽ എത്രത്തോളം ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യുക. ഇത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. അതായത് ഓരോ പേഴ്സണൽ സെല്ലിംഗ്, എല്ലാ പേഴ്സണൽ സെല്ലിംഗും എന്താണ് ഒരുപോലെയല്ല അല്ലെ. ഡിഫറെന്റ് സിറ്റുവേഷനിലും സ്റ്റൈലിലും ഒക്കെയാണ് എന്ത് നടക്കുന്നത്, പേഴ്സണൽ സെല്ലിംഗ് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡെലിവറി സെയിൽസ് പേഴ്സൺ. അതായത് പ്രൈമറി ജോബ് ഓഫ് സെയിൽസ് പീപ്പിൾ. അവിടെ സെയിൽസ് പീപ്പിൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൈമറി ജോബ് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. അതായത് അവർ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, ഡെലിവറി സെയിൽസ് പീപ്പിൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ, ആളുകൾ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നവർ, ഇവരൊക്കെ എന്താണ് അവരുടെ സെല്ല് ചെയ്യുക അല്ലെ, നമ്മളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു റോള് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് അവർക്ക് അവരുടെ പേഴ്സണൽ സ്കിൽസ് ഒന്നും കൂടുതൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. നെക്സ്റ്റ് എന്താണ്? ഇൻസൈഡ് ഓർഡർ ടേക്കർ. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് എന്താണ് ഒരു ഫ്രീ ചൂസൺ ആണ്. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് കൂടുതലാണ്. ഇവിടെ എന്താണ് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഷോപ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരു സെയിൽസ്മാൻ എന്താണ് ചെറുതായിട്ട് കൊടുക്കുന്ന സജഷൻസ്. അതായത് ഇപ്പോൾ കസ്റ്റമർ ചോദിക്കാണ് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ചോദിക്കുമ്പോൾ അവർ ചെറിയൊരു സജഷൻ കൊടുക്കണം. ഇപ്പോൾ കൂടുതൽ ചിലവാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സജഷൻസ് മാത്രം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഇൻസൈഡ് ഓർഡർ ടേക്കറിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ.
അതായത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ പേഴ്സണൽ സെല്ലർ എന്താണ്, ഒരു മിഡിൽ മാൻ്റെ റോള് ചെയ്യാണ്. അതായത് പേഴ്സണൽ സെല്ലർ ഹോൾസെയിലേഴ്സിന്റെയും റീറ്റെയിലേഴ്സിന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് അവരെ സെയിൽസ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിലേക്ക് എന്താണ് മോട്ടിവേറ്റ് എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വിൽക്കുന്ന ഒരാളോട് ചെന്നിട്ട് പറയുകയാണെന്ത്, അയാൾക്കൊരു ഇന്റൻഷനും ഇല്ല, മറ്റുള്ള ഒരു സംരംഭം തുടങ്ങുന്ന ഒരു ഇന്റൻഷനും ഇല്ല. പക്ഷെ എന്ത് ചെയ്യുക, ഒരു പേഴ്സണൽ സെല്ലർ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക. ഒരു ചിപ്സ് വിൽക്കാൻ തുടങ്ങിയാൽ എന്താണ്, നിങ്ങൾ വിജയിക്കും, അങ്ങനെ എന്ത് ചെയ്യുക, അവരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള രൂപത്തിൽ ഇങ്ങനെ കൂടുതൽ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അത്രയും നല്ല ഇതിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്, ഔട്ട്സൈഡ് ഓർഡർ ടേക്കറിൽ പറയുന്നത്. ഇതെന്താണ്, പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലർ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഇന്റൻഷൻ എടുക്കുകയാണ് അല്ലേ. അതാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കറിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, മിഷനറി സെയിൽസ് പീപ്പിൾ. മിഷനറി സെയിൽസ് പീപ്പിളും എന്താണ്, ഇതൊരു ഇൻഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതായത് മിഡിൽ മാൻ വഴി പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, മിഷനറി സെയിൽസ് പീപ്പിൾ എന്ന് പറയുന്നത്. അതായത് എന്താണ്, മിഡിൽ മാൻ എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദി പ്രൊഡക്റ്റ് ആൻഡ് ലീഡ്സ് ടു സെൽ. അതായത് മിഡിൽ മാൻ എന്താണ്, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലർ എന്താണ്, മിഡിൽ മാനെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. അതായത് കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മിഡിൽ മാൻ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവരെ പ്രൊഡക്റ്റ് സെല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ, അവരെന്താണ്, അവര് മെഡിസിൻസ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കില്ല. അവരെന്ത് ചെയ്യും, ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് ആ പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ ആ മെഡിസിൻ്റെ എന്ത് ചെയ്യും, ഗുണങ്ങൾ, എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസുകളും അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരെ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ, പക്ഷേ ഈ ഡോക്ടറാണ് അവിടെ കസ്റ്റമർ അല്ല, ഇവിടെ ഡോക്ടർ ഒരു മിഡിൽ മാൻ ആയിട്ട് എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ നടത്തുന്ന ഒരു സെയിൽസ് ആണ് എന്ത്, മിഷനറി സെയിൽസ് പീപ്പിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ. അതായത് പേഴ്സണൽ സെല്ലർ ഒരു സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ്, ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ ആയിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റേഴ്സ് ആയിട്ട്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ ആയിട്ട്. ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ ടെക്നിക്കൽ ആയിട്ടും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കലും സയന്റിഫിക്കും ആയിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഹെൽപ്പുകളൊക്കെ ചെയ്യുക. അതാണ് ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മർച്ചൻഡൈസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേ നോക്കുക, അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവൽ എത്രത്തോളം ഉണ്ട്, പ്രൊമോഷൻ സ്കീമുകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് മെർച്ചൻഡൈസറിൽ പറയുന്നത്. നെക്സ്റ്റ് വന്നത് കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ. അതായത് ഇവിടെ പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കസ്റ്റമറുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതാണ് സപ്പോർട്ട് സെയിൽസ് പീപ്പിളിൽ വരുന്ന 3 കാറ്റഗറി. നെക്സ്റ്റ് എന്താണ്, ക്രിയേറ്റീവ്. മാം ഇനി സ്ലൈഡുകൾ കൂടുതലുണ്ടോ, എങ്ങനെയാണ് അവസ്ഥ, എത്ര പെൻഡിങ് ഉണ്ട്? ഇല്ല, ഒരു പോയിന്റും കൂടിയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ കണ്ടിന്യൂ ചെയ്തോളൂ, ക്ലോസ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്തോളൂ. ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ
ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ ഓർ ഓർഡർ ഗെറ്റേഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പേഴ്സണൽ സെല്ലർ പോയിട്ട് കസ്റ്റമേഴ്സിനെ നോളേജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു താല്പര്യവും ഇല്ലാത്ത കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് സെയിൽസ് ടേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്, ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ എന്നുള്ളതിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ. അതായത് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിലും എന്ത് ചെയ്യും, ഇൻഷുറൻസിന്റെ പോളിസീസിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരാ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് സെല്ലിംഗ് സ്റ്റൈൽസ്. അതായത് ഡോർ ടു ഡോർ സെല്ലിംഗ്. ഡോർ ടു ഡോർ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ അടുത്ത് വന്ന് നമ്മളെ വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ട്രേഡ് സെല്ലിംഗ്. അതായത് ഒരു വഴി അല്ലെങ്കിൽ റീറ്റെയിൽ ഹോൾസെയിൽ ഷോപ്പ് വഴി അവർ കസ്റ്റമർ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ട്രേഡ് സെല്ലിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, മിഷനറി സെല്ലിംഗ്. മിഷനറി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് ദി പവർ ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മിഡിൽ മാനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെല് ചെയ്യുക. ഇതാണ് മിഷനറി സെല്ലിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ സെല്ലിംഗ്. ടെക്നിക്കൽ അഡ്വൈസ് വഴി എന്ത് ചെയ്യുക, സെല്ലിങ്ങിൽ എന്ത് ചെയ്യുക, ടെക്നിക്കൽ അഡ്വൈസ് നൽകുക. നെക്സ്റ്റ് എന്താണ്, ന്യൂ ബിസിനസ് സെല്ലിംഗ്. അതായത് നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എഫേർട്ട് ഇടുക. അതാണ് ന്യൂ ബിസിനസ് അതായത് ന്യൂ ഐഡിയാസ് ഒക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഒക്കെ നടപ്പിൽ വരുത്തുക. ഇതൊക്കെയാണ് ന്യൂ ബിസിനസ് സെല്ലിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 7 പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രോസ്പെക്റ്റിംഗ്. അതായത് എന്താണ്, നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസിനെ കണ്ടെത്തുക അല്ലെ, ടു ഫൈൻഡ് സെയിൽസ് ടു മേക്കിംഗ് സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആർക്കാണ് നമ്മൾ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് എന്താണ്, പ്രിപ്പറേഷൻ. ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അവരുടെ നീഡ്സ്, അവരുടെ ഡിസയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുക. അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്, അപ്രോച്ച്. അതായത് നമ്മൾ ഫസ്റ്റ് 2 minutes നമ്മൾ എങ്ങനെയാണോ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്ത് ചെയ്യും, നന്നായിട്ട് ഈ പേഴ്സണൽ സെല്ലിങ്ങിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഇതാണ് തേർഡ് വൺ പറയുന്നത്. ഫോർത്ത് വൺ പറയുന്നത് പ്രസന്റേഷൻ. അല്ല, ഫിഫ്ത്ത് വൺ പറയുന്നത് ഹാൻഡ്ലിംഗ് ഒബ്ജക്ട്സ്. അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉന്നയിക്കും അല്ലേ, അതിനൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ സിറ്റുവേഷൻസും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത്. സിക്സ്ത് എന്താണ്, ക്ലോസിംഗ് ദി സെയിൽ. അതായത് നമ്മൾ ഗെറ്റിംഗ് ദി ഓർഡർ എടുത്തോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ചോദിക്കില്ലേ, ഇത് എന്നെടുക്കല്ലേ, ലാസ്റ്റ് ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ചോദിക്കില്ല, എന്നത് ഉറപ്പിക്കല്ലേ, എങ്ങനെയാണ് പേയ്മെന്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കൂലേ. അങ്ങനെ ആ ഒരു എന്താണ്, ട്രയൽ ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണെന്ത്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണെന്ത്, ക്ലോസിംഗ് ദി സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് വൺ ഫോളോ അപ്പ്. അതായത് കീപ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സ് ഹെൽപ്സ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദി കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ടച്ച് കീപ്പ് ചെയ്യുക, അവരുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഇത്രയും പ്രോസസ്സുകളാണ് എന്ത്, പേഴ്സണൽ സെല്ലിങ്ങിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, എപ്പോഴൊക്കെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു, അതുപോലെ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞു, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു, അതുപോലെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഡൈവേഴ്സിറ്റി പറഞ്ഞു, ലാസ്റ്റ് പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.